ഇന്ന് നമുക്ക് ഒരു അസോർട്ടഡ് കളക്ഷനാണ് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസും ആണ് കാണിക്കുന്നത്. അപ്പോൾ റേറ്റും അതുപോലെ ഡിഫറെൻറ്റ് റേറ്റ്സ് ആയിരിക്കും. അപ്പോൾ ആ റേറ്റ് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. എല്ലാം നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്, വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്ക് പ്ലീറ്റ് ചെയ്തൊക്കെ ഇട്ടാൽ നന്നായിട്ട് കിടക്കുന്ന ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ട് ബോർഡറിലും ഇതേപോലെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. 1450 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ ബോഡിയിലും ഇതുപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതേ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി ആട്ടോ, നല്ല കളറും നല്ല കളറാണ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ് 1450. അതിൻ്റെ തന്നെ ചെറിയ വർക്കിൽ വ്യത്യാസമുണ്ട്. ബ്രൗൺ ഷെയ്ഡ്, നല്ലൊരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡ്. ഇതും 1450 തന്നെ. വർക്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അടുത്തത് വരുന്നത് അത് വരുമ്പോഴും നമുക്ക് സെമി സിൽക്കിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡ്, അതായത് ഒരു സീ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. അതിനകത്ത് വർക്ക് വരുമ്പോൾ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. ഇത് കണ്ടോ, അതിനകത്ത് ബോഡിയിൽ ഒരു ചെറിയ ഡോട്ട് ഡിസൈൻ ബോഡിയിൽ സെൽഫായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബോഡിയിൽ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. 1450 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫായിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. എല്ലാം നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അത് കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ വന്നിട്ട് ബോർഡറിൽ ഇതേപോലെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഇതുണ്ടോ, ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരു ഇറഗുലർ സ്കാലപ്പ് പാറ്റേണിലാണ് ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 1950 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1950. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഈ ബ്ലൂ കളർ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ മെറ്റീരിയൽ, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ തന്നെ നമുക്കൊരു ബേജിൻ്റെ ഒരു ഡാർക്കർ ടോണിലേക്ക് വന്നിരിക്കുന്ന സാരി 1950. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളൊരു പ്രിൻ്റഡ് ടസറിൻ്റെ ഒക്കെ സാരി ഇല്ലേ, അത് കൊടുത്ത പോലെ തോന്നും നമുക്ക്. എന്നിട്ട് ബോർഡറിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണമെങ്കിലൊക്കെ നല്ല സാരി. കണ്ടോ, ഇതേപോലെ നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട്. ഇതിപ്പോൾ ഞാൻ 1 ലെയർ ആയിട്ടിരിക്കുന്നത്. 1 ലെയർ ഇടാനും നല്ല സുഖം. അടുത്തത് വരുന്നത് നമുക്ക് ഒരു സെമി സിൽക്കിൽ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി. ഇതൊരു ബേജ് ടോൺ ആണ്. എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് സൈഡിൽ ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്. 1280 ഇതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടോ, അതിൻ്റെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ ഹാഫ് പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. ബേജാണ് കളർ വന്നിരിക്കുന്നത്. 1280. അടുത്തത് വരുന്നത് ഒരു ബ്രൗണിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഒരു ബ്രൗൺ ഷെയ്ഡ്. അതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ്. അത് കളർ കാണിച്ചാൽ മതി. അടുത്ത് വരുന്ന പിങ്ക്, നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. 1280. സെയിം പാറ്റേൺ തന്നെ. അടുത്തത് വരുന്നത് ഗ്രേ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ മാത്രം കേട്ടോ വർക്ക് വരുന്നത്. ഇതേപോലെ ബോഡിയിൽ ചെറിയ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ട് താഴെ മാത്രം ഇങ്ങനെ വർക്ക് വരും. 1290 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ്, സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ടസർ ഫീൽഡിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയൽ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതിനകത്ത്
ബേസ് കളർ വന്നിരിക്കുന്ന ഒരു ബേജ് ടോൺ, അതിനകത്ത് അല്പം കൂടെ ഡാർക്കർ ബേജിൽ വന്നിരിക്കുന്ന ഡിസൈനും, അതിനകത്ത് ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ കാന്താ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഓൾ ഓവർ ദ ബോഡിയിൽ ആ ഒരു ഡിസൈൻ ഹൈലൈറ്റ് ചെയ്ത് കാന്താ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോർഡറിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2350, 2350 ആണ്. അതെ, മുന്താണി വരുമ്പോൾ മുന്താണിയിൽ നമുക്ക് അതേപോലെ ആ ഒരു കാന്താ വർക്കിൻ്റെ ഡിസൈൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ബോർഡർ കളറിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഈ കളർ ഉണ്ടോ, പ്ലെയിൻ ബ്ലൗസാണ്. ബോർഡറിലെ കളറ് വരുന്നത് ഏതാണോ ആ കളറിലാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. ഉണ്ട്. ബോഡിയിലേക്ക് വരുമ്പോഴും നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ പകുതി പോർഷൻ തൊട്ടാണ് കാന്താ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഒരു ക്രേപ്പ് ജോർജറ്റിൻ്റെ ഒക്കെ ഫീലിൽ വരുന്ന മെറ്റീരിയൽ. എന്നാൽ ജോർജറ്റ് പോലെ അത്രയും ഫ്ലോയി അല്ല. ഇത് കണ്ടോ, ഇതേപോലെ ഇരിക്കും. അതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ബോർഡർ വരുന്നത് ഇതേപോലെയാണ്. 3250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1 ലെയർ ഇടണമെങ്കിൽ നമുക്ക് 1 ലെയർ ഇടാം, അതല്ല നമുക്ക് പ്ലീറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം. ജോർജറ്റ് പോലെ അത്രയും ഫ്ലോയി ടൈപ്പ് അല്ല, പക്ഷേ നല്ല ഒരു ഫീലിൽ കിടക്കുന്ന സാരി. അടുത്തത് വരുന്നത് നമ്മൾ ഇത് ഒരു പ്രിൻ്റഡ് ടസറിൻ്റെയൊക്കെ അതേ ഫീലിൽ വരുന്ന സാരിയാണ്. നമുക്കിത് ഓൾ ഓവർ ദ ബോഡി ഈ ഒരു ഡിസൈൻ നല്ലൊരു ലൈറ്റ് ഒരു ലെമണല്ലോ ഷെയ്ഡാണ് ബേസ് കളർ വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. കണ്ടോ, മുന്താണിയൊക്കെ നല്ല റിച്ചായിട്ടുള്ളൊരു മുന്താണി. അതിനകത്ത് കണ്ടോ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഒരു ലക്നവി വർക്ക് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2980 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, നമുക്ക് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. 1 ലെയർ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ഇടാം. നല്ലൊരു ടസർ ഫീലിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ്, ഇതേപോലെ പ്രിൻ്റ് വരുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ സാരി. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഓൾ ഓവർ ദ ബോഡി നമുക്കിത് ഇതേപോലെ ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോർഡറിൽ ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1290 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതേപോലെയാണ് അതിൻ്റെ മുന്താണി വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിരിക്കുന്ന ബ്ലൗസ്. സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൊടുത്തിരിക്കുന്ന ബ്ലൗസ് 1290. ഇത് ഒരു ടസർ ഫീൽഡിൽ വരുന്ന മെറ്റീരിയലാണ്. വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ. 1290. ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോയിലാണ് അത് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഇതേപോലെ ഒരു ടസർ ഫീൽഡിൽ തന്നെ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇതൊക്കെ നമുക്ക് ഷാമ്പു വാഷൊക്കെ ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്ന ഒരു ബേജ് ടോൺ. അതിനകത്ത് ഇത് കണ്ടോ, ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും ചെറിയൊരു സീക്വൻസിൻ്റെ വർക്കും കൂടെ ഓൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട്. 2950 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബോർഡറിൽ ഇതേപോലെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. മുന്താണിയിലേക്കും ആ ഡിസൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാണ്. 1 ലെയർ ഒക്കെ ഇട്ട് ഉടുക്കേണ്ടവർക്ക് അങ്ങനെ ഉടുക്കാം. അതേപോലെ കിടക്കുന്ന സാരീസാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമുക്ക് പ്രിൻ്റഡിൽ തന്നെ ബേജാണ്. നമ്മുടെ പ്രിൻ്റഡ് ടസറിൻ്റെയൊക്കെ സാരി വരില്ലേ, അതേ പാറ്റേണിൽ വരുന്ന സാരി. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബേജ്. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഡിസൈൻ വരും. 2680 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്രിൻ്റഡ് ടസറി വരുന്ന പോലെ തന്നെ ഒരു സെറിയുടെ പാറ്റേണും ഇങ്ങനെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ബ്രൗണും ഒരു സെറിയുടെ പാറ്റേണും കൂടെ. മുന്താണി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ബ്രൗണിൽ ചെറിയ ഡിസൈൻ വന്നിട്ടുള്ള ബ്ലൗസ്. 2680. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ടസറിൻ്റെ പ്രിൻ്റഡ് കൊടുക്കുന്ന അതേ ഫീൽഡിൽ നിൽക്കും. അടുത്ത് വരുന്ന ഒരു പീച്ച് കളറിൽ ഇതേ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ 2 ബോർഡറിലും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2890. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ബോഡിയിലും ഇതുപോലെ ആ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. ഇതിൻ്റെയൊക്കെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് ഇങ്ങനെ പകുതി ഇതിലാട്ടോ വർക്ക് വരുന്നത്. എല്ലാ സാരിക്കും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാത്തത്. 2890 പീച്ച് ടോൺ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ, സെയിം പാറ്റേൺ തന്നെ. 2890.
അടുത്തത് വരുന്നത് അതെ ഇതാണ് അടുത്ത സാരി. ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതൊരു പർപ്പിൾ, ഒരു ഡസ്റ്റി പർപ്പിൾ പോലെയുള്ള ഒരു ഷെയ്ഡാട്ടോ. ഇതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, ബോഡി കണ്ടോ, ഇതേപോലെ ചെറിയൊരു ക്രഷ്ഡ് ഫീലിൽ വന്നിരിക്കുന്ന ബോഡിയാണ്. എന്നാൽ ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നമുക്കിങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന പോലെ തോന്നുകയില്ല. ചെറിയൊരു ക്രഷ്ഡ് ഫീൽ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3650 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അല്പം ഒരു പിങ്കും പേർപ്പിളും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസിലും ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. ബ്ലൗസിലും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഉടുക്കാനും നല്ല കംഫർട്ട്. ലാസ്റ്റ് പീസ് ഇത് വരുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരും. ഒരു ആൻറ്റിക് ഗോൾഡൻ്റെ ഒക്കെ ആ ഒരു ടച്ചിലേക്ക് വരും കേട്ടോ. അതിൻ്റെ ബോർഡറിൽ കണ്ടോ, അതെ ഇതേപോലെയാണ് ബോർഡർ വരുന്നത്. ബോഡിയിൽ ഇതേപോലെ ഒരു ചെക്ക് ഡിസൈനും വരും. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോഴും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ബ്ലൗസിൽ ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും റേറ്റ് വരുമ്പോൾ 3650, ഒരു ഗോൾഡൻ ഷെയ്ഡ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ അസോർട്ടഡ് കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്